വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ബോഡിയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. വൈറ്റമിൻസ് നമുക്ക് രണ്ടായിട്ട് തിരിക്കുക. ഫാറ്റ് സോൾബിൾ എന്നും വാട്ടർ സോൾബിൾ. ഫാറ്റ് സോൾബിൾ വരുന്നതാണ് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. ഇത് ഫാറ്റിൽ ഡിസോൾവ് ആകുകയും നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അതേസമയം നമ്മുടെ വാട്ടർ സോൾബിൾ വരുന്നതാണ് വൈറ്റമിൻ സിയും വൈറ്റമിൻ ബിയും. ഇത് വാട്ടറിൽ ഡിസോൾവ് ആകും, പക്ഷെ നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് മിനറൽസ് ലൈക്ക് നമ്മുടെ കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, സിങ്ക് പോലുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ ശരീരത്തിൽ സിങ്ക് കുറയുകയാണെങ്കിൽ നമ്മുടെ നെയിൽസിൽ വേണ്ട വൈറ്റ് സ്പോട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ അയൺ കുറയുകയാണെങ്കിൽ നമുക്ക് അമിതമായിട്ടുള്ള നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടാകുക. ഇപ്പം മെഗ്നീഷ്യം കുറവാണെങ്കിൽ മസിൽസ് ക്രാംസ് പോലുള്ള കാര്യങ്ങളുണ്ടാകുക. ഇപ്പം നമ്മുടെ വൈറ്റമിൻസിൽ വേണേൽ വൈറ്റമിൻ ഡി മെയിനായിട്ട് നമ്മൾക്കിപ്പോൾ കാണുന്നതാണ്. ഇപ്പോൾ ലെത്താർജി ഫീലിംഗ്, എപ്പോഴും അമിതമായിട്ടുള്ള ക്ഷീണം, മസിൽ ഏക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻ കെ ആണെങ്കിൽ നമ്മൾക്കിപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാവുകയാണെങ്കിൽ, ഇപ്പോൾ അമിതമായിട്ടുള്ള ബ്ലീഡിങ് ആകുക, നമ്മുടെ പാൽപിറ്റേഷൻ പോലുള്ള സിംറ്റംസ് കാണിക്കുക, ഒരു ഹാർട്ട് ബീറ്റ് ഇടയ്ക്ക് മിസ്സാവുക, അതുപോലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വൈറ്റമിൻ സി ആണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഗമ്മിന്ന് വരുന്ന ബ്ലീഡിങ്, ഗമ്മിലുണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിൻ്റെ കയ്യിലും കാലിലും കാണുന്ന നംനെസ് പോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ വൈറ്റമിൻസും മിനറൽസും കൃത്യമായി പരിശോധിക്കുക. താങ്ക് യു സോ മച്ച്.